ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു നൈറ്റ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. അപ്പം മഗ്‌രിബിൻ്റെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 7:15 ആയപ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ മുന്നത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതിൻ്റെ അന്ന് രാത്രിയാണ് കേട്ടോ. അതാണ് കേട്ടോ കയ്യിൽ മെഹന്തിയൊക്കെ കാണുന്നത്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് ഓർഗനൈസ് ചെയ്യാനും അങ്ങനെയൊക്കെ. ശരിക്കും വീട്ടിലെത്തിയപ്പോൾ നല്ല ടയേർഡ് ചെയ്യുന്നു കേട്ടോ. കാരണം സാധാരണ അങ്ങനെയാണല്ലോ, ഫാമിലിയിലൊക്കെ ഒരു ഫംഗ്ഷനോ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കഴിയുമ്പോഴത്തേനും നമ്മൾ നല്ല ടയേർഡായിട്ടുണ്ടാവും. അപ്പോൾ വന്ന ഉടനെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ തന്നെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അങ്ങനെ തന്നെ കുറച്ചധികം നേരം കിടക്കും. പിന്നെ അന്നൊന്നും ചെയ്യൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഒരു വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്ത് ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ആദ്യം തന്നെ ഞാൻ ചെയ്യണത് ഡെസ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോണതിൻ്റെ മുന്നേ അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഓരോന്നും എടുത്ത് വെക്കണുണ്ട്. പിന്നെ ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ച് നൂലും കാര്യങ്ങളൊക്കെ ആ മെഷീനുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം ഈ നൂല് ഈ മെഷീനുമ്പോൾ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതെവിടെയെങ്കിലൊക്കെ കൊളുത്തി വലിച്ചിട്ടോ അങ്ങനെയൊക്കെ അതാകെ പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റാതാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആവശ്യം കഴിഞ്ഞാൽ അതിൽ എടുത്ത് വെക്കലുണ്ട്. ഈ ഒരു ബോക്സിലാണ് കേട്ടോ ഞാനിങ്ങനെ ഈ ത്രെഡ്സൊക്കെ ഓർഗനൈസ് ചെയ്യലുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ബാഗിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. ഈ ഒരു ബാഗിലാണ് കേട്ടോ ഞാൻ എൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ചാർജറും പിന്നെ സ്കിൻ കെയർ പ്രോഡക്ട്സും കുറച്ച് മേക്കപ്പ് സാധനങ്ങളും അങ്ങനെയൊക്കെ. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ ഇതിലങ്ങനെ കാര്യമായിട്ട് സാധനങ്ങളൊന്നും ഇല്ല, കാരണം എനിക്ക് അത്യാവശ്യമായിട്ട് ഞാൻ യൂസ് ചെയ്യണത് മാത്രമേ എടുത്തിട്ടുള്ളൂ, എൻ്റെ സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ. കാരണം അനിയത്തി ഉള്ളതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഓളെടുത്തും ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ തിരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ബാഗും കൂടെ ഇതേപോലെ എംപ്റ്റി ആക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ലാസ്റ്റ് ടൈം പോസ്റ്റ് ഓഫീസിൽ പോയ സമയത്ത് എനിക്ക് ഒന്ന് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഇവിടുന്ന് പാക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ടാണ് പാക്ക് ചെയ്തത്. കാരണം സെല്ലോ ടേപ്പ് ഇല്ലായിരുന്നു. അപ്പോൾ സെല്ലോ ടേപ്പ് അവിടെ ഷോപ്പിൽ പോയി വാങ്ങിയിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ പാക്ക് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അന്ന് ബാഗിലിട്ട് അങ്ങനെ കൊണ്ടുപോവുക ചെയ്തത്. അന്ന് പിന്നെ ഞാൻ വന്നതിന് ശേഷം ബാഗിലുള്ള സാധനങ്ങളൊന്നും എടുത്തു വെച്ചിട്ടില്ല കേട്ടോ, എന്തോ തിരക്കായിട്ട്. അങ്ങനെ ഇപ്പോൾ അതൊക്കെ മാറ്റുന്നുണ്ട്. ഞാൻ പാക്കിങ്ങിന് യൂസ് ചെയ്തിരുന്ന കുറച്ച് സാധനങ്ങളും പിന്നെ കുറച്ച് ബാൻഡേജൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അത്യാവശ്യമുള്ള സാധനമാണ് അത്, എപ്പോഴും എൻ്റെ കൈ മുറിയാവും. അപ്പോൾ അതൊക്കെയാണുള്ളത്. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ആവശ്യമില്ലാത്ത പേപ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം തന്നെ ഡസ്റ്റ്ബിന്നിൽ ഇടുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് ഫുഡ് കഴിക്കാണ്. അമ്ലു ടി വിയിൽ ഓഗി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അത് കണ്ടിട്ടാണ് കേട്ടോ ചോറുന്നണത്. ഓന് 24 മണിക്കൂറും ഇതിട്ട് വെച്ച് ഇത് കണ്ടിപ്പം എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാനും വെറുതെ കുമ്പളൊക്കെ പോയി കാണും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ജേണൽ ചെയ്യാമെന്നൊക്കെ കരുതി. പിന്നെ കുറച്ച് പ്ലാൻ ചെയ്യാനും ടു ഡു ലിസ്റ്റ് എഴുതാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. രാവിലെയാണ് കേട്ടോ ഞാൻ സാധാരണ ജേണൽ ചെയ്യലുള്ളത്. പക്ഷെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് അതൊന്നും നടക്കണില്ല. അപ്പോൾ ഇന്നിപ്പം അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ നാളെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ടു ഡു ലിസ്റ്റ് എഴുതി വെക്കാമെന്നും കൂടെ കരുതി.
ആദ്യമൊക്കെ ഞാൻ എപ്പോഴും രാത്രിയാണ് കേട്ടോ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കൽ. എന്നാൽ രാവിലെ എണീറ്റാൽ നമുക്ക് അങ്ങനെ എഴുതാനോ എന്തൊക്കെ ചെയ്യേണ്ടത് ആലോചിക്കാനൊന്നും നിൽക്കണ്ടല്ലോ. പക്ഷെ ഇപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം രാത്രി അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ കാണൂലല്ലോ, രാവിലെയല്ലേ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കലുള്ളത്. അങ്ങനെ ശീലമായതാണ്. ഈ സ്റ്റിക്കി നോട്ട്സ് ഇങ്ങനെ 3 കളറ് ഒരുമിച്ച് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. ഇവിടെ ഉള്ള ഒരു പഴയതാണ്. അപ്പോൾ ഞാനത് 3ഉം ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. കാരണം 3 ഷെയ്ഡല്ലേ, അപ്പോൾ ഓരോന്നും അങ്ങനെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പിന്നെ അതിന് ഗ്രീനാണ് കേട്ടോ ഞാൻ എടുത്തത്. എന്നിട്ട് പിന്നെ നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഓരോന്നും ആലോചിച്ച് അതിൽ നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചധികം കാര്യങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഒന്ന് പ്രൊഡക്റ്റീവ് ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് ഓവറായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, അങ്ങനെ കുറേ എഴുതിയാലും അതിൽ കുറച്ചെങ്കിലും നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കുമല്ലോ. പിന്നെ 2 ദിവസം വലിയ പ്ലാനിങ്ങും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ടു ഡു ലിസ്റ്റ് എഴുതാൻ നിൽക്കുമ്പോഴും ആ ഒരു ഇതുണ്ട് കേട്ടോ. കാരണം ഓരോന്നും ഇങ്ങനെ കുറേ ആലോചിച്ചിട്ടാണ് എഴുതുന്നത്. മെയിനായിട്ടും ചെയ്യാനുള്ളത് കുറച്ച് ക്ലീനിങ്ങും കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അതിൻ്റെ പുറമേ ഞാൻ വേറെയും എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട്. Two hearts running wild. Our hearts beat to the city streets. അങ്ങനെ ടു ഡു ലിസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഞാനത് ഇങ്ങനെ വോളിൽ സ്റ്റിക്ക് ചെയ്യുന്നും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഇതിങ്ങനെ ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും പറഞ്ഞു പോരും. അപ്പം ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ടും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ തിരിച്ച് അതിൻ്റെ സ്ഥാനത്ത് തന്നെ വെക്കുന്നുണ്ട്. It's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light. ഇതാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന മെഹന്തി. ഞാൻ അധികം ബിഗ് ബി കുറേ കാലമായിട്ട് ബിഗ് ബിനാണ് കേട്ടോ യൂസ് ചെയ്യൽ. അപ്പം കഴിഞ്ഞ ഈദ് വ്ളോഗിൽ ഇങ്ങനെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ബിഗ് ബി യൂസ് ചെയ്യരുത്, അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, കെമിക്കൽസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണ്. പിന്നെ കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഫേസൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നല്ല രീതിയിൽ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. കാരണം ഞാനിങ്ങനെ ആലോചിക്കുന്നു, ഞാൻ വന്നപ്പോഴത്തേനും ഒന്നും ചെയ്യാതെ അങ്ങനെ ഫോണിൽ നോക്കി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ രാവിലെ എണീക്കുമ്പോൾ ഞാൻ തീരെ പ്രൊഡക്റ്റീവും ആവില്ല. പിന്നെ എല്ലാം കൂടെ കാണുമ്പോൾ ഒരു മടി കാരണം. അപ്പോൾ എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ നാളെയും നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ദിവസം തന്നെ ആയിരിക്കും എന്നുള്ളതിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.